കേട്ടോ ഗൈസ്. ഇതൊക്കെ തെളിവാണ്. നാളെ ഒരു ദിവസം എനിക്കൊട്ടൊരു അടി വരും. അന്ന് ഇതെനിക്ക് വിടേണ്ടതാണ്, മനസ്സിലായോ? അന്ന് ഇത് ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഡ്രൈവിൽ ഞാൻ വീഡിയോ കാണിക്കത്തില്ല, പക്ഷെ ഞാൻ അത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആ ലെങ്തും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ്, ഇവനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇതുണ്ടോ? ദേ ഈ കുപ്പി വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ? കുപ്പി വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ? 1 മിനിറ്റ് 10 സെക്കൻഡ്. ഇത് ഈ ആള് വീട്ടിൽ വന്ന് കയറുന്നതിന് ഒരു 2 മിനിറ്റുള്ള ഭാഗമാണ്. അതറിയാമോ? 2-3 മിനിറ്റ്. അപ്പം തൊട്ടുള്ള ഇതാണ്. അപ്പം തൊട്ട് റെക്കോർഡിങ് ഓണാക്കി വെച്ചേക്കണം. അവിടെ തൊട്ട് എല്ലാ കുമ്പസരിക്കുന്ന ഇതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത് വേറൊരു കൊണ്ടം കാണിച്ചത്. ഞാൻ ഇതിൻ്റെ എല്ലാം നമുക്കൊണ്ടൊരു അടി എവിടെ നിന്ന് അടിച്ചേക്കണം അറിയാമോ? ഇതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ കരിയർ ഇവൻ ചേഞ്ചായി കളഞ്ഞത്. സത്യം പറയാലോ, ഇവിടെ നിന്നാണ് ഇവൻ നമ്മുടെ കരിയർ തന്നെ അങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. സീരിയസ്ലി പറയാലോ. ഇത് ഞാനുണ്ടല്ലോ, ഇത് ഞാൻ ഓടിച്ചു വിടാം. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഇതെല്ലാം ഇരുന്ന് വായിച്ചു കേട്ടാ. ഇത് കണ്ട, ഇവിടെ നിന്നാണ് നമ്മക്കട്ട് ഇവൻ അങ്ങ് പണ്ണാൻ നോക്കിയത്. നല്ല രീതിയിൽ നോക്കിയത്. നീ ആലോചിക്കും, ഇതെൻ്റെ കരിയർ ഉണ്ടാവുന്നുണ്ട്. ഇതാ, മനസ്സിലായോ? നിങ്ങൾക്ക് ടൈമുള്ള ഇങ്ങനെ ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഉണ്ടോ? ആ ഇല്ല, ഉണ്ട്, കുഴപ്പമില്ല. അല്ല, ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ നോക്കണം. ഇത് നിങ്ങൾക്ക് ടൈം എപ്പോൾ കിട്ടുന്നോ അപ്പം നിങ്ങൾക്ക് ചെയ്യാം. മോക്കാണെങ്കിൽ ഇവൻ ഇവിടെ ഇരിക്കും. തല ഞാനിപ്പോൾ വെട്ടിക്കളയത്. നിങ്ങൾ നോക്കണം കേട്ടോ ഗൈസ്. നിങ്ങളിത് നോക്കിക്കോ. ഞാനിത് ഓടിച്ചു വിട്ട് കാണിക്കാം. നിങ്ങൾക്ക് സമയം എപ്പോഴുണ്ടോ അപ്പം നിങ്ങളിത് മൊത്തം വായിച്ചു നോക്കുക കേട്ടോ ഗൈസ്. നിങ്ങൾ ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങളിത് ചെയ്തു. അതെ, ഇതാണ് മൊബൈൽ അവൻ്റെ കയ്യിലുള്ളതിൻ്റെ പ്രൂഫ് അയച്ചത്. ഫോട്ടോ 1 ടൈം അയച്ചേക്കാനാണ് ഫോട്ടോ. നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ നമ്മളത്. നിങ്ങളിത് ഇത് ചെയ്യുമ്പോൾ വായിച്ചു കേട്ടാ. ഇതിനിടയിൽ ഇവൻ്റെ പേരുണ്ട്. നിങ്ങൾ ഓൾറെഡി, പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പേരുണ്ട്. ഇവൻ്റെ പേരുണ്ട്. ഇവനുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഇവനൊരു മാനസിക രോഗിയല്ല. സീരിയസ്ലി പറയാം, ഇവനൊരു മാനസിക രോഗിയാണ്. എൻ്റെ കയ്യിലുണ്ട്, സേവ്ഡാണ്. അണ്ണൻ നിങ്ങളെ എക്സവൻ ടൈം തൊട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനോട് എന്നെ പറഞ്ഞേക്കണം. നിങ്ങൾ കേട്ടോ സൗണ്ട് ഇതില്ല, കാണില്ല, അതിനകത്ത് കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നീ കൊണ്ടയിലാണ് ഓണിച്ചത്. നിങ്ങളിത് വായിച്ചോട്ടാ, സമയം കിട്ടുമ്പോൾ വായിച്ചോ. ഫേക്ക് അക്കൗണ്ടിൽ നമുക്കത് അടിച്ച ഒരു അടിയാണിത്. ഇവിടെയാണ് നമ്മുടെ കരിയർ മാറിപ്പോയത് മുത്തേ. പിന്നെ സ്കൗട്ട്, ഹെക്ടർ, തൊപ്പി, നോർത്തിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഹാപ്പിനെസ് എനിക്ക് വലിയ അബദ്ധം പറ്റിയാണ്. ഒരു ക്വസ്റ്റ്യൻ പ്ലീസ്. ആട്ടെ, ഇയാളൊരു പൊട്ടനാണ്, പേടിക്കൊന്നും ചെയ്യണ്ട. ഇയാളും ഒരു പൊട്ടനാണ്. നിങ്ങളിത് വായിച്ചോട്ടാ. നിങ്ങളൊരു 0.5x പോസാക്കി നിങ്ങൾ ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങൾ വായിച്ചോ. ഇതിൻ്റെ ലാസ്റ്റ് ഇത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാൻ കേട്ടോ. ധൈര്യമായിട്ട് ലൈവ് ഇട്ടോളൂ. ഇന്ന് നാളെ നിങ്ങൾക്ക് ഡിവൈസ് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡിവൈസ് എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നറിയാമോ? ഇതിലാണ് ഇവന് കുറച്ച് ഇതായി പോയത്. എടാ, നമ്മളിനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ മൊബൈൽ കടക്കാർ ഓൾറെഡി കേസ് ഫയൽ ചെയ്തു. നമ്മളിതുമായിട്ട് ഒന്നിനും മൂവ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ചെന്നത് സായിപ്പാണ് ഈ ഫോൺ അൺബോക്സ് ചെയ്യണത്. അതിൻ്റെ പേര് മാത്രമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയത്. അല്ലാണ്ട് നമ്മളായിട്ട് പരാതി കൊടുക്കുക, അല്ലെ FIR രജിസ്റ്റർ ചെയ്യുക, നമ്മൾ ഇതുവരെ
നീ ഞാൻ അയക്കുന്നതിനൊന്നും ഒരു റിപ്ലൈയും തരുന്നില്ല. നീ പറയുന്നുണ്ട് സായിപ്പ് കാരണം നീ ജീവിതത്തിൽ രക്ഷപ്പെട്ടു വന്നത് വീഡിയോ കണ്ടെന്ന്. അങ്ങനെ ഒരു ഇച്ചിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നു, നീ എന്തിനാണ് മോനെ ഈ പരിപാടി ചെയ്തത്? നിനക്കൊരു ശകലമെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ സായിപ്പിന് ഗീവ് അവേ കൊടുക്കേണ്ട മൊബൈലായിരുന്നു നിനക്ക് അറിയാമായിരുന്നല്ലോ. നീ എന്തിനിങ്ങനെ ചെയ്തു? ഇതൊരു വിഷയം നിനക്ക് അറിയാമായിരുന്നു. ഇത് അറിഞ്ഞിട്ട് നീ ഇപ്പം ഈ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അറിഞ്ഞു തന്നെയാണ് ഇത് ചെയ്തത്. സായിപ്പിനുള്ള ഡിവൈസാണ് ഇത്, ഗീവ് അവേ കൊള്ളാമെന്ന് നിനക്ക് അറിയാമായിരുന്നു. അപ്പം നീ തന്നെയാണ് തെറ്റുകാരൻ. ഇല്ലെങ്കിൽ നീയായിട്ട് തന്നെ നമ്മുടെ അടുത്ത് വരണം. നീയായിട്ട് തന്നെ നമ്മൾ എടുത്തോണ്ട് നീ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ തരണം. നീ എന്തിനാണ് ഇത് എടുത്തത്, നീ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളത് നമ്മൾക്ക് അറിയണം. കാരണം നമ്മൾ ഇതിൻ്റെ പുറകെ ഓടാനായിട്ട് കുറേ ദിവസമായി മോനെ. ഇതിനൊരു കഷ്ടപ്പാടിനൊരു അറുതി വേണം. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ നടക്കുക. പോലീസ് സ്റ്റേഷൻ കയറി നമ്മൾ ഈ കുഞ്ഞുമായിട്ടാണ് കൊല്ലത്ത് പോണത്, തിരിച്ചു വരുന്ന രാത്രി നമ്മൾ ഉറങ്ങണില്ല. നീ ഇതൊക്കെ മനസ്സിലാക്കണം. നീ ചെയ്ത ഒരു തെറ്റിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഓടുക. നമ്മളായിട്ട് എല്ലാവർക്കും സഹായമേ ചെയ്തുള്ളൂ. ഇതുവരെ സായിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നീ അത് ഓർക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുവാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനുണ്ട്. നീ ചെയ്ത ഒരു കാര്യത്തിനുണ്ട്, നമ്മളാണ് ഇതിൽ പെട്ടിരിക്കണത്. കള്ളൻ ഭൂസുന്ന കള്ളനാട്ട കള്ളന്റെ പേരിലാണ്. കള്ളന്റെ പേരാണോ? കള്ളന്റെ പേരാണ്. കള്ളന്റെ പേരാണ് ഇബ്രോ. കള്ളന്റെ പേര് നമ്മള് മറ്റേ പോലീസ് സ്റ്റേഷനിൽ അവിടെ എഴുതി കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനോട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മളവിടെ എഴുതി കൊടുത്തേക്കണതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ഒരു ഇതിലാണ് നമ്മളൊരു കാര്യം കേട്ടോ, നമുക്ക് ഈ സമയത്ത് ഇവനോട് നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമുക്ക് ഇവനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇവൻ കൊണ്ട് ഡിവൈസ് തരണം. മനസ്സിലായോ? അവിടെ ഒരു സീനാണ്. ഇവൻ കൊണ്ട് ഡിവൈസ് തരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ സീൻ. അണ്ണ ആരാണ് ഒന്ന് പറയുമ്പോൾ എല്ലാവരും അതാ നോക്കി നിൽക്കുന്നില്ല. ഇല്ലേൽ അണ്ണൻ്റെ കൂടെയുള്ള എല്ലാവരും കള്ളനാണെന്ന് പറയും. നാളെ ഉണ്ടല്ലോ, നാളെ ആ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഡിവൈസ് നമ്മൾ ഇന്ന് കൊടുക്കണ്ട. ഇവന് ഡിവൈസ് ഇന്ന് കൊടുക്കണ്ട. പക്ഷെ ആ പിള്ളേരുടെയിലാണ് ഡിവൈസ്. അവന്മാർ ഇന്ന് വരാമെന്ന് പറഞ്ഞായിരുന്നു ഓൾറെഡി. പക്ഷെ അവന്മാർക്ക് വർക്ക് ഉണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇന്ന് വരണം എന്നുള്ള ടോക്കിങ്ങിലായിരുന്നു വന്നത്. പക്ഷെ അവന്മാർക്ക് ഇന്ന് വർക്ക് ഉണ്ട്. അവന്മാർ കേറ്ററിങ്ങും അതും ഇതൊക്കെ പോയി നടക്കുന്നവന്മാരാണ്. അപ്പോൾ അവന്മാർക്ക് ഇന്ന് വർക്ക് ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അവന്മാർ വർക്കിന് പോയി. അവന്മാർക്ക് നൈറ്റും ഡേ നൈറ്റ് എങ്ങനെ ഡേ നൈറ്റ് വർക്കാണ്. സോ അവന്മാർ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വരാനാണ് പറഞ്ഞത്. എന്നാ നാളെ വരാന്നാണ് പറഞ്ഞേക്കുന്നത്. മാക്സിമം വർക്ക് തീർത്തിട്ട്. കാരണം അവര് വീക്കെൻഡ് അല്ലേ, പഠിക്കുന്ന പിള്ളേരെന്തോ ആണ്. അപ്പം പാർട്ട് ടൈം ആയിട്ട് ജോബിന് പോകണം. എന്തിനാ എടുത്തതെന്ന് പറഞ്ഞ എന്തിനാ എടുത്തത് അതൊന്ന് പറഞ്ഞു കൂടെ. എന്തിനാ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നീഡ്. നമ്മളോട് പറഞ്ഞേക്കണ കാര്യം ഇതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആള് പറഞ്ഞേക്കണം. വിട്ടു പറഞ്ഞിട്ടില്ല ഒന്നും. നമ്മളോടൊന്നും മാത്രമല്ല, നമ്മളോട് പറഞ്ഞേക്കണ ഒരു കാര്യം സ്റ്റേഷനിൽ പറഞ്ഞേക്കണേ എഡ്യൂക്കേഷൻ പരമായ എന്നാ പറഞ്ഞേ എഡ്യൂക്കേഷൻ പർപ്പസിന് എടുത്താന്ന് പറഞ്ഞത്. രാഷണ ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പുള്ളി ചെയ്യുന്നു റീകോൺ ദി കിങ് എന്നാ. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, സത്യം പറയാലോ, അതിൻ്റെ ഇടയ്ക്ക് 2 കുണ്ണകൾ ഇത് വെച്ച് റീച്ച് കയറ്റാൻ വേണ്ടി നോക്കാൻ. 2 അല്ല, കുറേ അവന്മാർ നോക്കി. ദൈവം ഉണ്ടേൽ അവന് കർമ്മ അടിക്കുന്ന. മറ്റേ കൂടെ എന്ന് പറഞ്ഞാൽ വേറെ സായിപ്പുമായിട്ട് കൂടെയുള്ള എന്തെങ്കിലും സ്കാമോ ഇതിലൊന്നും സായിപ്പിന് ഇൻവോൾവ് അല്ല. സത്യം കേട്ടോ ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാണ്. എൻ്റെ കൂടെ ഇപ്പം ഇവരെല്ലാവരും ഉണ്ട്. എൻ്റെ കൂടെ വേറെ കുറേ ആൾക്കാർ കളിച്ചവരുണ്ട്. ഇവരൊക്കെ എൻ്റെ ഇത് വെച്ച് ചില ആൾക്കാരിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പൈസ മേടിച്ചിട്ട് അവിടെ പിന്നെയും സ്കാം നടത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഇതിലൊന്നും ഞാൻ ഉത്തരവാദി അല്ല. നിങ്ങൾ എന്നെ ഇതിലൊന്നും എന്നോട് വന്ന് ചോദിക്കുവോ എന്നോട് വന്ന് പറയുവോ, ഫുൾ സ്ക്രീൻ ആക്കാനാണ് പറയാൻ. ഇതിലൊന്നും എന്നോട് വന്ന് ചോദിക്കുവോ എന്നോട് വന്ന് പറയുവോ ഒന്നും ചെയ്യരുത്. മനസ്സിലായ? ഇതിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഉള്ള കാര്യം പറയാമല്ലോ, സീരിയസ്ലി പറയാലോ. എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ നല്ല തെറി പറയാം. ഞാൻ ഇനി തൊട്ട് എന്നോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചു വരുന്നവന്മാരൊക്കെ നല്ല തെറി ഞാൻ പറയും. സീരിയസ്ലി പറയാമല്ലോ. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ.
നമ്മളെ ഒന്നും നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുമല്ലോ, എനിക്ക് ഇത് ചെയ്തു തരാമോ, എനിക്ക് അത് ചെയ്തു തരാമോ, നമ്മൾ ചോദിച്ചിട്ടല്ല നമുക്ക് ചെയ്തു തരണം, മനസ്സിലായോ? നമ്മളോട് ഇങ്ങോട്ടേക്ക് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് നമുക്ക് ചെയ്തു തരുക. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി ചോദിക്കുവാണ്, മനസ്സിലായോ? അതൊരുമാതിരി എനിക്ക് എന്നോട് ആ CI സാർ പറഞ്ഞേക്കണേ കുറേയൊക്കെ കൺട്രോൾ ചെയ്യണം നീ എന്നോട് പറഞ്ഞേക്കണേ, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ ഇതിനൊന്നും ഉത്തരവാദി ഞാനൊന്നും അല്ല. ഇതൊക്കെ ഭയങ്കര എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പക്ഷെ ഒന്നും പറയാനില്ല, മനസ്സിലായോ? ഉള്ള കാര്യം പറയാമല്ലോ. 1000-2000 രൂപയ്ക്കാണ് പോട്ടേന്ന് വെക്കാം കേട്ടോ. ഇത് 10,000 അതിമേളോട്ടുള്ള പൈസകളൊക്കെയാണ്. സംഭവം മനസ്സിലായില്ല സാഹിബ്, മനസ്സിലാവേണ്ട രീതിയിലൊക്കെ നീ എടുക്കണം. അതാണ്ട് ഞാൻ ഒന്നും പറയാനില്ല. ദി ന്യൂ സ്റ്റഡി ഫോർ എന്നാൽ ഞാൻ കുനിഞ്ഞു കൊടുക്കും അണ്ണൻ്റെ കടം തീർക്കാം. എടാ കുനിഞ്ഞു കൊടുത്ത് നീ കടം തീർക്കുന്നതിലും ഉണ്ടോ ഒരു അന്തസ്, സീരിയസ്ലി പറയാലോ. കട്ടെടുത്ത് കടം തീർക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു കട്ട് എടുത്തവൻ നാളെ മരിച്ചു പോയെന്ന് വിചാരിച്ചോ, ഒരു സ്ഥലത്ത് എന്ത് ടോക്ക് വരുന്നത്, എടാ അവിടെ മറ്റേ കട്ടെടുത്തില്ലേ, മറ്റേ കള്ളനില്ലേ, അവൻ മരിച്ചെന്ന് പറയും. ആണോ അല്ല കേസ്? മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ പേര് മാറത്തില്ല, ആണോ അല്ല? നിങ്ങളൊന്ന് പറഞ്ഞേ. കള്ളൻ എന്നുള്ള പേര് ഒരു പ്രാവശ്യം നമുക്ക് വീണാൽ അത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മളെ എല്ല് പൊടിഞ്ഞു പോയപ്പോൾ ഒരു മാറത്തില്ല. അത് ആണോ അല്ലേ? എടാ ഈഗിള് പറഞ്ഞേക്കണേ അറിയോ? ഇതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരോടും വിളിച്ചു പറഞ്ഞേക്കണേ അറിയോ? എന്ത് വേണമല്ലോ ആയിക്കോ, എന്ത് വേണം ചെയ്തു, പക്ഷെ നമ്മുടെ ചെറുക്കനൊന്നും പറ്റല്ലേ. എന്ത് വേണം ചെയ്തു, എന്ത് വേണം പായിക്കോ, എന്ത് വേണം ഇതായിക്കോ, പക്ഷെ നമ്മുടെ ചെറുക്കനൊന്നും പറ്റില്ലെന്ന് അവൻ വിളിച്ച് പറഞ്ഞേക്കണം. എല്ലായിടത്തും എല്ലാ സ്ഥലത്തും അറിയാം. അവൻ്റെ ചെറുക്കനാരാ? നമ്മൾ അണ്ണൻ സായിപ്പ ആരാ കാണാൻ ഏറെ മൂവിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. സത്യം പറയാലോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കാം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടക്കണ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഏരിയ ആണ്, നമ്മൾ ഒരു ഡീൽ ചെയ്യാത്ത ഏരിയ ആണ്. അവിടെ നമുക്ക് ഈഗിൾ ഉണ്ടായത് അല്ലെ സാഹിബേ? ഈഗിൾ നമുക്ക് അവിടെ ഉണ്ടായതുണ്ടല്ലോ. ഈഗിൾ അവിടെ ഇല്ല, പക്ഷെ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കി വെച്ചല്ല. ഈഗിളിന്റെ ഏരിയ ആണ്. അപ്പം ഈഗിൾ അവിടെ ഉണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫോൺ കടക്കാരോട്ടുള്ള എല്ലാം സെറ്റ് ചെയ്താരാന്നറിയോ? ഓണറിനെ വിളിച്ചിട്ട് എന്നെ രാത്രി വിളിച്ചു, മനസ്സിലായ? എന്നിട്ട് ഫോൺ കടയിലോട്ടുള്ള എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റി. അവൻ്റെ ചെറുക്കനാരാ? അണ്ണനല്ല അണ്ണാണ്. അണ്ണ എൻ്റെ കൂട്ടുകാരൻ്റെ ഞാൻ 1500 രൂപ കടം കൊടുത്ത് അവൻ കോൾ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. സത്യം പറയാലോടാ, സീരിയസ്ലി പറയാലോ, ഈ പൈസ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഇതാണ് എല്ലായിടത്തും പ്രോബ്ലമാ. സത്യം പറയാലോ, ഈ പൈസ എന്ന് പറയുന്ന സാധനം. പക്ഷെ ഈ പൈസ ഉള്ളവന്മാർ എന്താ പറയണ്ടേ, കോടികൾ സ്വത്തുള്ള ആൾക്കാരാണ് ഈ കാണിക്കണത് ഇതൊക്കെ. പക്ഷെ ഇത് പറയാനാണ് ആലോചിക്കണേ. എന്താ പറഞ്ഞ പിന്നെ എന്നൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്? പിന്നെ പറയാനുള്ളത് മെയിനായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടു. റാവുത്തർബോയുടെ കാര്യം പറയാം ഗൈസ്. റാവുത്തർബോ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ കുറേ ഇതായിട്ട് നടന്നിട്ടുണ്ട്. റാവുത്തർബോ ടെൻഷൻ അടിച്ച് കരിയറിൻ്റെ അവസ്ഥ നിൽക്കുകയാണ്. റാവുത്തർബോ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുവാണ്. യൂറോപ്പിൽ നിന്ന് വരുവാണ് ഇങ്ങോട്ടേക്ക്. ഒരു ബിഗ് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന പറഞ്ഞേക്കണേ, ലൈവ് കാണിക്കുന്നൊക്കെ പറഞ്ഞേക്കണേ. വന്നിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ് എന്തായിരിക്കുന്നത്? ബിഗ് എന്നാ പറയണേ, ബിഗ്. ഇറ്റ്സ് ഓക്കെ അണ്ണാ, വിട്ടേക്ക് ഒരു 40 കില്ല് അടിക്കാണ്. എടാ ഞാൻ കാര്യം പെട്ടെന്ന് നിന്നോട്, ഞാൻ എത്ര ദിവസമായി കളിച്ചിട്ടെന്നറിയോ? ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്ന് നിനക്കറിയാമോ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതറിയാം നിനക്ക്. എനിക്കൊന്ന് ശ്വാസം മര്യാദയ്ക്ക് വിടാൻ പറ്റിയിട്ടില്ല. നെഞ്ചുവേദന, എല്ലായിടത്തും വേദനയായിരുന്നു, അതറിയോ? ചോദിച്ചു നോക്ക്. ഇത് ഇവിടെ ഇരിക്കുന്നവനെ എന്താ അവിടെ ഒന്ന് കുഴച്ചാണ് നീന്നു. ഇവൻ പട്ടിയില്ല, പേപ്പട്ടി കുറയ്ക്കണം ഇവൻ ഇവിടെ വന്നിട്ട്. ഇവനെ ഞാൻ എന്നിട്ട് എവിടെ ഇരുത്തിയെന്നറിയോ? കുഞ്ഞായിക്ക് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഇവനെ ഞാൻ ഇരുത്തിയത് ജനലിൻ്റെ അടുത്താണ്. എന്നിട്ട് ജനൽ ചുമ വരുമ്പോൾ ജനൽ തുറന്നിട്ടേക്കുക. ആ തുറന്നിട്ടേക്കുന്ന അവിടെ ചുമക്കണമെന്ന് പറയണേ. അപ്പം ശ്വാസം ഇറങ്ങി പോക്കുള്ളൂ. അതാണ് ഞാൻ പറയണത്, അറിയാം. കാരണം എൻ്റെ ഡിവൈസ് കിട്ടാൻ ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. എടാ നിനക്ക് അഡ്രസ് ഇല്ലല്ലോടാ, നിനക്ക് തന്തയില്ലല്ലോ, നീ എങ്ങനെ ഇത് ചെയ്യണേ? അവൻ എങ്ങനെയാ സാധനം പൊക്കിയേ? എന്നിട്ട് അവൻ സാധനം പൊക്കിയൊരു ടൈമുണ്ട്. ഒരാൾ മരിക്കാറായി,
അവനൊരു ഒരു എന്താ പറയുക, ഒരു 3-4 ദിവസം അവനൊരു ആയുസുണ്ട്. അതിന് മുന്നേ ഉണ്ടല്ലോ ഒരു കുഴി എടുത്തിട്ടെ ഇവനെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് അങ്ങ് മൂടി, മനസ്സിലായോ? അതാ ചെയ്തേക്കണം എന്നെ. സീരിയസ് കേട്ടോ. കുഞ്ഞായി നീ നാളിക്കണം. കുഞ്ഞായി വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞായി സ്റ്റാപ്ലെയർ പിന്ന് മെഴുങ്ങി. ഒന്ന് ആലോചിക്കണേ, സ്റ്റാപ്ലെയർ പിന്ന് മെഴുങ്ങി അപ്പം തൊട്ട് നമ്മൾ തീ തിന്നുക. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു ക്രൂരത എന്ന് പറയുമ്പോൾ എന്തോരം ഒരു ക്രൂരത ഇവിടെ ഉണ്ടെന്ന് നീ ഒന്ന് ആലോചിക്കണം കേട്ടോ. കുഞ്ഞായി സ്റ്റാപ്ലെയർ പിന്ന് മെഴുങ്ങി. നമ്മൾ വൈകുന്നേരം ഒരു 6 മണി ഏതോ ഒരു ടൈം ആയപ്പോൾ കാവ്യം പറഞ്ഞാൽ ആദ്യമേ എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വിട്ട്. എന്നിട്ട് നമ്മൾ 6 മണി അതും പോട്ടെ, അത് വേണ്ട, അതും പറയണ്ട. എന്നിട്ട് നമ്മളിവിടെ ചെത്തിപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ചെത്തിപ്പുഴ ഹോസ്പിറ്റലുണ്ട്, അവിടെ നമ്മൾ കൊണ്ടുപോയി. അവിടുന്ന് നമ്മളോട് ബിലീവേഴ്സിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്കണേ, സ്റ്റാപ്ലെയർ പിന്ന് മുഴുങ്ങിയെ രാവിലെ ഈ ആൾ ഡിവൈസ് എടുത്തിട്ട് ഇരിക്കുക നമ്മുടെ കൂടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോരം മനസ്സിൽ എന്തോരം ക്രൂരതയുണ്ടെന്ന്. എന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഹോസ്പിറ്റലുണ്ട്, നമ്മുടെ കൂടെ ഡോക്ടർമാരോട് നല്ല രീതിയിൽ ഇതുണ്ട്, അതുകൊണ്ട് ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞായിനെ വെന്റിലേറ്ററിൽ കിടത്തണം, എൻഡോസ്കോപ്പ് ചെയ്യണം, ഇതെല്ലാം അറിയാം. എൻ്റെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാം. അന്ന് 3000 രൂപയുടെ ഉള്ളൂ എൻ്റെ ബാങ്കിൽ ബാലൻസ്. ഒന്ന് പറഞ്ഞെനിക്ക് ബ്രോ, 3000 രൂപയുള്ള എൻ്റെ ബാങ്കിൽ ബാലൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീക്കൊന്ന്. ഒരു സൈഡില് ഇതിന്റെ ഒരു ടെൻഷൻ അല്ല. എന്നിട്ട് രാത്രി ബിലീവേഴ്സിന്ന് അവര് വയറ്റിന്ന് കുഞ്ഞായിക്ക് വയറ്റിന്ന് പോകാനുള്ള അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ തന്നു, കുറേ മരുന്ന് തന്നു. എന്നിട്ട് നമ്മളെ ഒരു 3 മണി ആയപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബിലീവേഴ്സിന്ന്. എന്നിട്ട് ഞാനും അവളും കൂടെ കുഞ്ഞായിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുമോ, മനസ്സിലായോ? ഇനി കുഞ്ഞിനെ എനിക്ക് ഒന്ന് ആലോചിക്കണം, അനസ്തേഷ്യ അവനെ ചെയ്യണം. ഇങ്ങനെ കുഞ്ഞിനെ പോലും നമുക്ക് ഈ രീതി തിരിച്ചു കിട്ടത്തില്ല, ആ ഒരു രീതി അവർ പറഞ്ഞേക്കണേ. അന്ന് വൈകുന്നേരം ആയാലും ഉണ്ടല്ലോ ഇവന് ഈ എടുത്ത ഡിവൈസ് തിരിച്ചു വെക്കാൻ പറ്റും, മനസ്സിലായോ? ഈ തന്തയില്ലാത്തവന്. എന്നിട്ട് ഇവൻ ആ ഡിവൈസായിട്ട് പോയടാ. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇവൻ്റെ മനസ്സിൽ ഇവൻ്റെ തന്തയോട് സ്നേഹമുണ്ടോ? ഇവൻ്റെ തള്ളയോട് സ്നേഹം കാണുമോ? ഇവനൊരു മോനുണ്ടായി, ഇവൻ്റെ മോനോട് സ്നേഹം കാണുമോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. സീരിയസ്ലി പറയാലോ, ഇവന് ഈ ലോകത്തിൽ ഇവൻ ആരോടെങ്കിലും സ്നേഹം കാണുമോ? ഇവന് ആലോചിച്ച് നോക്കണം. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ആ അവസ്ഥയിലാണ് നമുക്കിട്ട് ഈ ഒരു അടി അടിച്ചിട്ട് പോയേക്കണം അവൻ. അയ്യോ മയിര്, നമ്മൾ സത്യം പറയാലോ കൈസ്, അതുപോലത്തെ അത്രയും വലിയൊരു അടിയാണ് നമുക്ക് അടിച്ചേക്കണേ. എന്നിട്ടൊന്ന് ആലോചിക്കണം, എന്നാണ് പറയണ്ടേ, നമ്മൾ കല്ലും കട്ട മറ്റേ ഇരുമ്പും കട്ട വെച്ച് വീഡിയോ ചെയ്യുക. ഇതൊക്കെ കണ്ടോണ്ടല്ല, ഇതിൻ്റെയൊക്കെ എല്ലാം ചെയ്യുക. ഞാൻ ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവീലായി കളയുന്ന പോലെ ആയിപ്പോൾ, മനസ്സിലായ? റിവീലായി കളയുന്ന പോലെ. റിവീൽ ആക്കത്തില്ല എന്ന് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടൂര് പോയി ചോദിക്കാം. അപ്പം അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുവാണെന്നുള്ളത്. ബ്രോ, പണ്ട് കരഞ്ഞ പോലെ കരയുന്നത്, ഇത്ര ഫൈറ്റ് ചെയ്യേണ്ടത് ഇതിനല്ല നീ. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടേ കരഞ്ഞുള്ളൂ, മനസ്സിലായ? ഇത്രയുമൊക്കെ ചെയ്തിട്ട് ഇവനെ റിവീൽ ചെയ്യാതെ ഇരിക്കല്ലേ. ഇവനൊക്കെ എല്ലാവരും അറിയണം, ഇല്ലെങ്കിൽ നാളെ വേറൊരാളെ ഇങ്ങനെ ചെയ്യും. നേരം ഉണ്ടായി, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മനസ്സിലായ? ഇന്നലെ പക്ഷെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു. ഇവരുടെ അമ്മ നമ്മൾ വിളിച്ച്, കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണല്ലോ, നമ്മുടെ മോനിങ്ങനെ ഒരു ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ പേരൻസ്. കാരണം നമ്മൾ വിളിച്ച് വേറെ ഒന്നും വേണ്ടല്ല, 100% നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ പോലീസുകാർ വിളിക്കും. ആദ്യം പേരൻസിനെയാണ് വിളിക്കണം. ഇങ്ങനെ സംഭവമായിട്ട് ചെന്ന് കഴിയുമ്പോൾ പേരൻസിനെ വിളിക്കണം. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു. അപ്പം വിളിച്ചപ്പോൾ നമ്മളോട് സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോനൊന്നും ചെയ്യല്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കരമായിട്ടും റിക്വസ്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഈ രീതിയിലാണ് സംസാരിച്ചത്. ആ രീതിയിൽ സംസാരിച്ച് നമ്മൾ അവിടെ പോയി പ്രസൻറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പിള്ളേരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെല്ലാം കേസ് വിഡ്രോ ചെയ്ത് വെറുതെ വിട്ടിട്ട് നമ്മൾ അമ്മേനോട് നമ്മൾ പറഞ്ഞു ഇനി ഇതിലോട്ടൊന്നും പോവാതെ വേറെ ഒന്നിലോട്ടും പോവാതെ അമ്മയെടുത്ത് പറഞ്ഞ്
അമ്മ കൊണ്ടുപോകണം നോക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും വിളിച്ച് അവരോട് പറഞ്ഞപ്പോൾ നമ്മളോട് ആദ്യം സംസാരിച്ച രീതിയിലല്ലേ സംസാരിച്ചത്. നമ്മളോട് ഇങ്ങോട്ട് ചൂടാവുക, നമ്മളെന്തോ ഇവരുടെ കുഞ്ഞിനെ പെടുത്തി ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അത് നമുക്ക് ഭയങ്കര ശരിക്കും ഒരു വിഷമം ഉണ്ടാക്കി. കാരണം എന്ന് വെച്ചാൽ നല്ല ഹേർട്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ